ആ ശിവൻ, അവിടെ സൈഡിൽ ഡ്രൈവേഴ്സിനുള്ള ബാത്റൂം ഉണ്ട്. നമ്മളെന്തായാലും നാളെ തിരിക്കൂ. ഇന്ന് മുഴുവൻ നിങ്ങൾ ഫ്രീ ആണ്. ഇവിടെ വല്ല ആവശ്യം പറ്റില്ല സർ? ഇല്ല, നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടിയും കൊണ്ട് വരും. ശിവനൊന്ന് കറങ്ങിയിട്ടൊക്കെ വന്നോളൂ. ഇത് വച്ചോളൂ. അപ്പൊ ഞാനും ചുറ്റിട്ട് വരാം. ഊട്ടിയിൽ ആദ്യമായിട്ടാ. Sir, good morning, sir. Good morning. Can I help you? No, thank you. ഈ ദരിദ്രവാസികളെ ഒന്ന് സ്റ്റാൻഡ് കയറ്റാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലല്ലോ. നാജി, ഇങ്ങേ സ്മാൾ കിടക്കാൻ എങ്ക പോങ്കെ? വേണ്ട ഏട്ടാ, വിഷമിക്കണ്ട. മലയാളത്തിലിങ്ങ് പോരട്ടെ. പക്ഷെ നമ്മളെ കണ്ടാ മലയാളം ഒന്നും തോന്നില്ല കേട്ടോ. എന്തോ ഒരു ഐശ്വര്യക്കേടുണ്ട്. എവിടെ കിട്ടും? ലാർജ് സ്കെയിലോ സ്മോൾ സ്കെയിലോ? ചെറുകിട പ്രസ്ഥാനം മതി. നാടൻ സ്വദേശി എന്താ വകുപ്പുണ്ടോ? എന്നാ ചേട്ടൻ വാ, മാർക്കറ്റിനകത്ത് നമ്മുടെ അറുമുഖം ഉണ്ടോന്ന് നോക്കാം. എന്തായി കാണിക്കുന്നേ? എല്ലാം ഞാൻ പറപ്പിക്കോടി. നിന്റെ കച്ചവടം ഇന്ന് ഞാൻ നിർത്തും. ഒരു 10 രൂപ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? തരില്ല തന്നെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ചാരം കുടിക്കാൻ ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. കേൾക്കണോടി, ഞാനിത് കേൾക്കണം. സ്വന്തം മോന്റെ രക്തത്തിൽ പറഞ്ഞവളല്ലെന്ന് കരുതിയാ നിന്റെ മുമ്പിൽ പിച്ച തന്നത്. അല്ലാതെ പിച്ചക്കാശ് വാങ്ങിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ ഗുണം പിടിക്കില്ലടി, നീ ഗുണം പിടിക്കില്ല. ഞാനിത് ഒരുപാട് കേട്ടതാ. മുത്തിയമ്മ പോ. അയ്യോ എന്റെ കോഴികള്. കോഴി കോഴി എന്താ പറയാ? മുഖത്ത് കണ്ടില്ലേ? ലക്ഷ്മി, നമ്മുടെ പാർട്ടിയാ. നമ്മുടെ പാർട്ടി വന്നോളൂ. അല്ല പിന്നെ അവള് മുഖത്ത് കോഴി കോഴി വിളിക്കുന്നതിനാ? ആളെ കളിയൊക്കെ കഴിവറോള്. സാറ് നമ്മുടെ നാട്ടുകാരനാ. നീ ഒരു ഗ്ലൂക്കോസ് വഴി. ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസ് എന്ന് சொன்னா இதுதான். காப்பி கச்சோட ஒரு மரதானே. கஷ்டிச்ச ஒரு கிளாஸ் தான் இருக்கு. ஏன்னா இப்ப ரொம்ப குளிருங்க, அதனால டிமாண்ட். ஐயோ ஐயோ, அது சாருக்கு உடம்பு உனக்கு வேறு தர்றேன். കഷ്ടിച്ചൊരു ഗ്ലാസ്സേ കാണുമെന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടല്ല. എവിടുന്ന് വന്നീ പണ്ടാരോ? പണ്ടാരം ചത്തുപോയത് നിന്റെ തള്ളയാ. ஐயோ, சரக்கும் தீர்ந்து போச்சே. ஏ கழுவி, அந்த கிளாஸாவது கொடுமை. സാധനോടെ അടുത്തിരിപ്പുണ്ട്. സാറ് വരുമെങ്കിൽ ഇവിടെ. இங்க பக்கம் தான் நம்ம காலனி. வீட்டுல நிறைய சரக்கு இருக்கு, கவலைப்பட வேண்டாம். வாங்கோ வாங்கோ. வாங்க சார். இப்போ குப்பை குடிகள் எடுக்க கூடாது, பழைய மாதிரி இல்ல. ஏன்னா போலீஸ்காரர் வந்து தூக்கி போயிடும். என் வீட்டில கூப்பிட்டு யாருக்கும் இதுவரை சாராயம் கொடுத்ததில்லை. நீங்கள் நம்ம நாட்டுக்காரனல்ல, அதனால ஸ்பெஷல். எங்கடி உங்க அம்மா? கூப்பிடுறீ இதெல்லாம் என் குழந்தைங்க. எனக்கும் என் பொண்டாட்டிக்கும் இந்த விஷயத்துல மட்டும் கடவுள் ரொம்ப குறைத்து வச்சிருக்கு. കുറച്ച് കിട്ട കിടന്നാ മതി, അപ്പൊ ഒരു ചീങ്കണ്ണി റിലീസ് ആയിടും. ഇവിടെ മലയാളികളാ കൂടുതൽ.
ഈ കോളനിയിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. എന്റെ അച്ഛൻ മലയാളിയാണ്. അവർക്ക് എന്റെ കേരളത്തിലെ ക്ലൈമറ്റ് പിടിക്കില്ല. അതിനാൽ ഇങ്ങ വന്നോ. എടി നീ പോയി 2 കുപ്പി സാറ അടിച്ചിട്ട് വാ. இந்த സാറ് നമ്മ നാട്ടുകാരനാണെടി. ആരായാലും കൊള്ളാം, കടം കൊടുക്കാൻ പറ്റത്തില്ല, കാശിന് തരാൻ പറ. അയ്യയ്യയ്യ, അവൾ അപ്പടിതാ. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ ആവുമ്പം പാവം പെണ്ണ്, ആ കാലമാട് എന്തെങ്കിലും പിടിച്ചോണ്ട് പോയതാ. ഏവൻ പുഴുത്തെ ചാവൂ. ഇനി ഇതൊരു ബിസിനസ് ആക്കണ്ട. ഞാൻ വരുമ്പോഴെല്ലാം പെണ്ണോടെ കാണണം, മനസ്സിലായോ? അവളോട് മോങ്ങരുന്ന് പറയൂ. ഞാൻ തുടങ്ങി വെച്ചല്ല ഐശ്വര്യം ആടൂ. എന്താടാ ഈ സമയത്ത് നീ ഇവിടെ? മാർക്കറ്റിൽ 10 രൂപയ്ക്ക് കച്ചവടം നടക്കുന്ന സമയമല്ലേ? സാർക്ക് ഒരു ബോട്ടിൽ വേണമെന്ന് சொன்னாங்க. അതാണ്. யாரா அது? இது நம்ம நாட்டுல இருந்து வந்த ஆளு. அது சரி, கையில இருக்கிற காசு எடு. கொர்றாடு. എടുത്തുക്കോ. ആ കുതിരപ്പുറത്ത് വന്നാരാ? அந்த രംഗണ്ണനോട് റൈറ്റ് ഹാൻഡ് ചന്ദ്രു. ഏതാ ഈ രംഗൻ? അയ്യോ പതുക്കെ, ആരെങ്കിലും കേട്ടാ മതി. டேய், எதுக்கடா பயப்படுற? கொஞ்சம் வயிற்றுக்குள்ள போகும்போதாவது சத்தமா பேசக்கூடாதா? சார், அவன் இந்த லக்காட்சியிലെ കിങ്. ഓ, അപ്പൊ വലിയ വിഷയാ. പിന്നെ ചെറുവിരൽ ഉയർത്തിലൊരുത്തനും. അതാ കുഴപ്പം. ചെറുവിരലല്ല ഉയർത്തേണ്ടത്, കാല. എന്നിട്ട് മുഖം വരെ പൊക്കണം. ആ എന്റെ പെങ്ങളാ സാറേ. ഉം. മീൻകറിയാണോ മോളെ? സാർ അതൊന്ന് തൊട്ടുകൂട്ടി നോക്കണം. എന്നിട്ട് ആ സുൽത്താന്റെ കാര്യം പറ. എന്താ അവന്റെ പേര്? ചെങ്കയ്യണ്ണൻ. അവനൊന്ന് കാണാൻ എന്താ വഴി? വേണ്ട സാറേ, അയാളെ ഒരിക്കലും കാണരുതെന്ന് പ്രാർത്ഥിക്കുക വേണ്ടത്. ചട്ടമ്പികൾ എനിക്ക് ഇഷ്ടാടോ, അതുകൊണ്ടാ. അവൻ പൊറുക്കി സാർ, പിശാച്, സതിയെ. അവന്റെ കാല് നക്കിനാத்தான் இங்க வாழ முடியும். வேற வழி இல்லாம நாங்க இப்படி பண்றோம். എടോ അറുമുഖം, சார், തനിക്ക് ഇവനുമൊക്കെ ഒരു പ്രശ്നം വന്നാലുണ്ടല്ലോ, ശിവൻ മരിക്കും. തനിക്കതറിയില്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ശിവൻ മാറൂ. അതാ ശിവന്റെ ക്യാരക്ടർ. എന്താടാ? കുടിക്കാൻ വെള്ളം കൊണ്ടുപോയി പാത്ര പൊയ്ക്കോടാ. രംഗൻ തല്ലാനുയർത്തിയ കൈ പിടിച്ചത് ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചെക്കന്റെ അച്ഛൻ പളനി. കുതിരയ്ക്ക് ലാടം തിറക്കുന്ന പണിയായിരുന്നു. ஆனா ரெங்கம் பகை தீர்த்துட்டேன். அவன் பொண்டாட்டியையும் அவனையும் வீட்டுக்குள்ள போட்டு கொளுத்துட்டேன் சார். இப்ப இந்த பையனுக்கு யாருமே இல்லை. அனாத அந்த கொல்லப்பட்டறையில வேலை செஞ்சு போய்க்கிறேன். എനിക്ക് അയാളൊന്നും കാണിച്ചു തരില്ല അല്ലേ? കാണാൻ എന്തെല്ലാം നല്ല കാഴ്ചകളുണ്ട് സാറേ ഇവിടെ. അതിനല്ലേ ആളുകൾ ഇവിടെ വന്നു പോകുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിക്കളയാം അല്ലേ സാറേ? കറക്കോ ഇപ്പോഴേ തുടങ്ങിയ ലക്ഷണമാ. പിന്നെ എല്ലാവരും പോകുന്ന റൂട്ടിൽ ശിവന് താല്പര്യമില്ല. രംഗണ്ണം വന്നില്ലേ? இல்ல சார், அவர் அங்க இருந்து தான் ஆகணும். சின்ன பிரச்சனை இருக்கு. എന്ത് പറ്റി? உங்களுக்கு ஒண்ணு இல்ல சார், உடனே புறப்பட சொன்னாங்க. ആര്? രംഗണ്ണ? ஆமா சார், எடுக்கட்டுமா? എടുത്തു. നീ പോയി ആ ബില്ലൊന്ന് സെറ്റിൽ ചെയ്യും. ഞാൻ ഈ കക്ഷിന്ന് പൊക്കട്ടെ. ഹലോ ആശാനെ, ഒന്ന് എഴുന്നേറ്റേ. ഹലോ. ഒന്ന് പോടാ, ഉറങ്ങാനും സമ്മതിക്കല്ലേ. ആശാനെ, ഇത് ഞാനാ. നമുക്കിപ്പോ പോണം. ഒന്ന് എഴുന്നേൽക്കുന്നേ. പോവാം, കാലത്ത് പോവാം. ഹലോ. എന്താ മാഷേ? നമുക്കിപ്പൊ തന്നെ പോണം. ഈ പാതിരാക്ക് പോണോ? നേരം എടുത്തിട്ട് പോയാ പോരെ? അല്ല, കാര്യമുണ്ട്. ഒന്ന് എഴുന്നേറ്റേ. ഛേ, എന്തൊരു പുലിവാലാണ്. ഇതാണ് ഈ തൊഴിലിനുള്ള കുഴപ്പം. നമ്മുടെ ഊണും ഉറക്കമൊക്കെ തീരുമാനിക്കുന്ന വേറെ ചില ആളുകളാണ്. ഈ കണക്കിന് പോയാൽ ശരിയാവില്ല. എന്താ സുഖവാസം പെട്ടെന്ന് മതിയാക്കിയത്? ചില പ്രശ്നങ്ങൾ വന്ന് ചാടുന്നത് അപ്രതീക്ഷിതമായിട്ടല്ലേ? അത് കറക്റ്റ്. ശേഖർ, പുറകെ പോലീസ്.
ഒന്ന് സ്പീഡ് കൂട്ടിക്കോ. അതെങ്ങനാ മാഷേ? മുന്നോട്ട് കാടണ്ടേ? മഞ്ഞ് കണ്ടില്ലേ? നിങ്ങളൊന്ന് ചവിട്ടി വിടുന്ന്, പുറകിൽ പോലീസുണ്ട്. അങ്ങനെന്താ, പോലീസുകാരെ വരട്ടെ, പ്രശ്നമൊന്നുമില്ല. ഉണ്ട്. ഓ, ഡിസ്പാൻഡീസ് കൂടെ ഉള്ളതാണോ? ഓടുന്ന കാർ റെഡി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല സാറേ. വിടറാ, ഇല്ലെങ്കിൽ തലയാൻ തെറിപ്പിക്കും. ഇത് ശരിയില്ല കേട്ടോ. സകല നടികൾ ഇറങ്ങിക്കോ. ഇനി നിന്നെ കൊണ്ടുവന്ന പ്രശ്നമില്ല. ഇറങ്ങല.